പുസ്തകത്തിൽ നിന്നുള്ള വായന 27-ാം അധ്യായം. ബലിപീഠം. കരുവേല മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം. അത് സമചതുരമായിരിക്കണം. നീളവും വീതിയും 5 മുഴം, ഉയരം 3 മുഴം. ബലിപീഠത്തിന്റെ 4 മൂലകളിലും അതോട് ഒന്നായി ചേർന്ന് നിൽക്കുന്ന 4 കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം. ചാരപാത്രങ്ങൾ, കോരികകൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിങ്ങനെ ബലിപീഠത്തിങ്കൽ ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ട് നിർമ്മിക്കണം. ബലിപീഠത്തിനു വേണ്ടി ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ ഒരു ചട്ടക്കൂടുണ്ടാക്കണം. അതിൻ്റെ 4 മൂലയിലും ഓരോ ഓട്ടുവളയം ഘടിപ്പിക്കണം. ചട്ടക്കൂട് ബലിപീഠത്തിൻ്റെ മുകളിലത്തെ അരികുപാളിക്ക് കീഴിൽ ഉറപ്പിക്കണം. അത് ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കണം. കരുവേല മരം കൊണ്ട് ബലിപീഠത്തിന് തണ്ടുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം. ബലിപീഠം വഹിച്ചുകൊണ്ട് പോകാനായി അതിൻ്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ച് അവയിലൂടെ തണ്ടുകൾ ഇടണം. പലകകൾ കൊണ്ട് അകം പൊള്ളയായി ബലിപീഠം പണിയണം. മലയിൽ വെച്ച് കാണിച്ചു തന്നതുപോലെയാണ് പണിയേണ്ടത്. കൂടാരാങ്കണം. കൂടാരത്തിന് ഒരു അങ്കണം ഉണ്ടാക്കണം. അങ്കണത്തിൻ്റെ തെക്കുഭാഗത്ത് നേർമയായി നെയ്തെടുത്ത ചണത്തുണി കൊണ്ട് 100 മുഴം നീളത്തിൽ ഒരു മറ ഉണ്ടാക്കിയിരിക്കണം. അതിന് 20 തൂണുകൾ വേണം. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കണം. തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം. അപ്രകാരം തന്നെ വടക്കു ഭാഗത്ത് നെടുകെ 100 മുഴം നീളമുള്ള മറയും മറ തൂക്കുന്നതിന് 20 തൂണുകളും അവയ്ക്ക് 20 ഓട്ടു പാദകുടങ്ങളും വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം. പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതിക്കൊത്ത് 50 മുഴം നീളമുള്ള മറയും 10 തൂണുകളും അവയ്ക്ക് 10 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കിഴക്കു ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതി 50 മുഴമായിരിക്കണം. കവാടത്തിൻ്റെ ഒരു വശത്ത് 15 മുഴം നീളമുള്ള മറയും 3 തൂണുകളും അവയ്ക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കവാടത്തിൻ്റെ മറുവശത്ത് 15 മുഴം നീളമുള്ള മറയും 3 തൂണുകളും അവയ്ക്ക് 3 പാദകുടങ്ങളും വേണം. അങ്കണ കവാടത്തിന് 20 മുഴം നീളമുള്ള ഒരു യവനിക ഉണ്ടായിരിക്കണം. നീലം, ധൂമ്രം, കടുംചുമപ്പ് എന്നീ നിറങ്ങളുള്ളതും നേർമയായി നെയ്തെടുത്തതും ചിത്രത്തയ്യൽ കൊണ്ട് അലങ്കരിച്ചതുമായ ചണവസ്ത്രം കൊണ്ടാണ് യവനിക നിർമ്മിക്കേണ്ടത്. അതിന് 4 തൂണുകളും അവയ്ക്ക് 4 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. അങ്കണത്തിന് ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളും കൊളുത്തുകളും ഓട്ടുപാദകുടങ്ങളും ഉണ്ടായിരിക്കണം. അങ്കണത്തിൻ്റെ നീളം 100 മുഴവും വീതി 50 മുഴവും ആയിരിക്കണം. അതിനു ചുറ്റും 5 മുഴം ഉയരത്തിൽ നേർമയായി നെയ്തെടുത്ത് ചണത്തുണി കൊണ്ടുള്ള മറയും തൂണുകൾക്ക് ഓടുകൊണ്ടുള്ള പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കൂടാരത്തിലെ ഉപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കൂടാരത്തിൻ്റെയും അങ്കണത്തിൻ്റെയും മറകൾക്ക് വേണ്ട കുറ്റികളും ഓടുകൊണ്ട് നിർമ്മിച്ചവയായിരിക്കണം. വിളക്ക് എപ്പോഴും കത്തി നിൽക്കുന്നതിന് ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരാൻ ഇസ്രായേൽക്കാരോട് പറയണം. സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷ്യപേടകത്തിന് മുൻപിലുള്ള തിരശ്ശീലയ്ക്ക് വെളിയിൽ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിൻ്റെ മുൻപിൽ കത്തി നിൽക്കാൻ അഹറോനും അവൻ്റെ പുത്രന്മാരും ശ്രദ്ധിക്കട്ടെ. ഇസ്രായേൽക്കാർ തലമുറ തോറും അനുഷ്ഠിക്കേണ്ട ശാശ്വത നിയമമാണിത്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ആമേൻ.